Smoking is injurious to health. Smoking causes cancer. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിനു കാരണമാവുന്നു. Subhanallah, Alhamdulillah, Subhanallah, Alhamdulillah, La ilaha illallah, Allahu Akbar, La ilaha illallah, Allahu Akbar. മലയുടെ മുകളിൽ മഞ്ഞു തുളുമ്പും ഒലി കേൾക്കുന്നു. കാറ്റിനിടയിൽ മരങ്ങളെല്ലാം പുണർന്നു നിൽക്കുന്നു. കാലം കൊണ്ടു കളിക്കുന്നോനെ പടച്ചവനെ, കാണാ കാഴ്ചകൾ കൊണ്ടു നടക്കും ഉടയവനെ. Subhanallah, Alhamdulillah, Subhanallah, Alhamdulillah, La ilaha illallah, Allahu Akbar, La ilaha illallah, Allahu Akbar. ആരാണോ നീ? ഞാനാണല്ലോ നീ. നീയാണല്ലോ ഞാൻ, മണ്ണാണല്ലോ ഞാൻ. മഴയാണല്ലോ വെയിലാണല്ലോ പകലാണല്ലോ നീ. അഴലാണല്ലോ ഞാൻ. മലയുടെ മുകളിൽ മഞ്ഞു തുളുമ്പും ഒലി കേൾക്കുന്നു. കാറ്റിനിടയിൽ മരങ്ങളെല്ലാം പുണർന്നു നിൽക്കുന്നു.
ഉയരേകൂ നീ ഉടലാണല്ലോ ഞാൻ നിസ്കാരപ്പായൽ തിരുനെറ്റി ചേർത്ത് മണലാഴങ്ങൾ മറുതീരങ്ങൾ കടലാഴങ്ങൾ ഞാൻ കാണാറുണ്ടല്ലോ മലയുടെ മുകളിൽ മഞ്ഞു തുളുമ്പും മൊഴി കേൾക്കുന്നു കാറ്റിനിടയിൽ മരങ്ങളെല്ലാം പുണർന്നു നിൽക്കുന്നു കാലം കൊണ്ടു കളിക്കുന്നോനെ പടച്ചവനെ കാണാ കാഴ്ചകൾ കൊണ്ടു നടക്കും ഉടയവനെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. പോയോ? എന്റെ പോയി. പിന്നെയും പോയോ? ചായപ്പിലുണ്ട്, നീ തന്നെ കയറിയെടുത്തോ. അല്ലോ വല്ല പാമ്പുണ്ടാവൂലേ? പാമ്പുണ്ടെങ്കിൽ മാറിക്കിടക്ക് പാമ്പേന്ന് പറഞ്ഞാ മതി. നീ പറഞ്ഞാ പാമ്പ് കേൾക്കും. പാമ്പ് പോയിട്ടാ? ആ ഉമ്മോട് പറയാൻ നോമ്പ് തുറക്കാൻ ഞാൻ അങ്ങോട്ട് വരണ്ടെന്ന്. കൃഷ്ണൻ എന്തില്ലേ അടുത്ത്? രാവിലെ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. നീ പോയി. എന്റെ ഉമ്മ നിങ്ങൾക്ക് ആ പൈപ്പും വെള്ളത്തിൽ അങ്ങനെ കുളിച്ചാ പോരെ? എന്നിട്ട് വേണം അതേപോലെ മുടിയും പോയി വയസ്സെത്തിയാവാം. ആ അപ്പൊ ഇങ്ങളാണില്ലേ ഈ പറയണ ഐശ്വര്യായി? റായില്ലെങ്കിൽ എന്താ, നല്ല റാഹത്തില്ലേ? ഇന്നലെ കൂടി ഒരാൾ ചോദിച്ചോളൂ എൻ്റെ താത്തേന്ന്. എന്റെ ഉള്ളോ, കിണറ്റിലെ വെള്ളത്തിൽ കുളിച്ചാ ഇത്രയും തള്ളിടാൻ പറ്റൂ? റസിയ, യേശുദാസ വന്നിട്ട് വെള്ളം തീർക്കാനാ പ്ലാൻ? ഇറങ്ങാന്ന് പറഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് ഇറങ്ങാനാ? ബച്ചു, ഉമ്മാന്റെ കുട്ടി ആരെയിട്ടും തല്ലൂടിയിട്ട് വരരുത് കേട്ടാ. ഡാ നിനക്ക് ഇതിലും നേരത്തെ വന്നൂടെ? ഒന്ന് പോടാ. ആ ജാസ്മി, പള്ളിക്കൽ വെച്ച് നമ്മളെ ബഷീർ ഖാനെ കണ്ടു. മൂപ്പരെന്നെ കണ്ടപ്പാട് ഓടി വന്ന് പറയാ, റസാക്കെ വിസ റെഡിയാക്ക, ഈ ദുബായിക്ക് വണ്ടി കയറിക്കോ. മൂപ്പർക്ക് ഇത് സ്ഥിരം വർത്താനാണല്ലോ. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോഴും തന്നെയല്ലേ പറഞ്ഞേ? ഈ നാട്ടിൽ നിന്ന് ഗൾഫിൽ പോവാത്ത ഒരേ ആള് ഞാനാ. പണ്ടേ പോയിരുന്നെങ്കിൽ ഈ വെയിലും കൊണ്ട് കോൺട്രാക്ട് പണിയെന്നും പറഞ്ഞ് ഇവിടുന്ന് തിരിഞ്ഞളിക്കേണ്ട വല്ല കാര്യമുണ്ട്? അവിടുത്തെ വെയിലിന്റെ പകുതി കൊണ്ടാ പോരെ ഇവിടെ. ഇവിടെ ആവുമ്പോ നിങ്ങക്ക് ദിവസം വീട്ടിലത്തെ ചോറും കഴിക്കാം, ഇനി മക്കളെയും കാണും ചെയ്യാം. എന്റെ ജാസ്മി, അന്നേയും കുട്ടികളെയും വിട്ടിട്ട് ഞാൻ പോവാ. ആരില്ലാത്തപ്പോ നല്ല മോഹബത്ത് നിങ്ങക്ക്, അല്ലാത്തപ്പോ ഒരു പോത്താണ് നിങ്ങള്. എന്നാ പിന്നെ അന്നേയും കെട്ടിപ്പിടിച്ച് നാട്ടുകാരെ വന്ന് പാട്ടും പാടി നടക്കാം. പിന്നെ വെറുതെ ബി ആയിട്ടാ ഓളൊരു മുഹബത്ത്. ഈ എന്താടി തലയില് പൗഡർ ഇടുന്നത്? ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇങ്ങനെ ചെയ്യാമ്മ. ആ എന്നാ കുഴപ്പമില്ല. ഈ ഇന്നും തലനച്ചില്ല അല്ലേ? ശില്പ ഷെട്ടിയോലും പറഞ്ഞിട്ടുണ്ട് ദിവസം തല ഒളിക്കരുത് എന്ന്. എന്റെ തലയുടെ നാട്ടിൽ സഹിക്കണത് ഞാനല്ലേ, ശില്പാ ശെട്ടിയല്ലല്ല. മര്യാദക്ക് നാളെ തൊട്ട് കുളിച്ചോട്ടെ. അതെ, പെരുന്നാളായില്ലേ,
ഇപ്രാവശ്യം പെരുന്നാളിന് ഇപ്പാട് പൈസ കുറച്ച് കൂട്ടിത്തരാൻ പറയിപ്പിച്ചിക്കാണ്ട്. എന്നിട്ട് വേണം എനിക്ക് വഴക്കിയൊക്കെ. ഉമ്മ എന്നെ പോയി ചോദിച്ചാൽ മതി. ഈ പോയി ചോദിച്ചോ, ഈയും കൂടി പറയും ഇപ്പാനോട്, നമുക്ക് ഒരുമിച്ച് പോവാം. എന്തിന്? വാ, ശില്പാ ഷെട്ടിയും കൂടി വാ. വാന്ന്. രണ്ടു ദിവസം കഴിഞ്ഞ പെരുന്നാളാണല്ലോ. അത് ശരി. ഈയാ ഇപ്പൊ മാസപ്പിറവി തീരുമാനിക്കുന്നത്? പെരുന്നാളിന് ഡ്രസ്സ് വാങ്ങാൻ പൈസ തരാന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പിഷ്കരുതെന്നാ റസിയ പറയണത്. ഈ പണിയെടുത്തിട്ടാ പൊരയിൽ തീ കത്തുന്ന? അല്ല, അറിയാനിട്ട് ചോദിക്കുന്ന. പെരുന്നാളിന് എത്ര ഉറുപ്പ്യ ചെലവാക്കണമെന്ന് ഞാനൊരു കണക്ക് വെച്ചിട്ടുണ്ട്. അതിൽ 5 പൈസ കൂടുതൽ ഞാൻ തരൂല. അതല്ല, പെരുന്നാളിന് റസിയയുടെ കൂട്ടുകാരിക്ക് ഒരു കുപ്പായം വാങ്ങാച്ചിട്ടായിരുന്നു. എന്നാ അങ്ങനെ പറയണം, അല്ലാണ്ട് ബാപ്പ വിസ്കനാന്നല്ല പറയണ്ടേ. പാപ്പ ഞാൻ അങ്ങൊന്നും പറഞ്ഞില്ല. ഇതൊക്കെ ഉമ്മ കഴിഞ്ഞിട്ട് പറയണതാ. ഇതിന്റെ ചായച്ചില്ല, എനിക്ക് വെച്ചിട്ടുണ്ട്. നിങ്ങളെ വേണ്ട തുറന്നു എന്നെ ചോദിച്ചാൽ ഞാനും ചോദിക്കും. എനിക്ക് പോട്ടെ, സമയം എത്ര ഇല്ലേ? ഹലോ, സമയം പോയി. ജ്യോതി, ഒന്നവിടെ നിന്നേ. രാവിലെ തന്നെ പിരിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അതെ, ക്ലാസ് തീരാനായി. ഫ്ലഡ് റിലീഫിന്റെ ഫണ്ട് ഇതുവരെ കൊടുത്തിട്ടില്ല. നിനക്ക് മാത്രം എന്താ പൈസ തരാൻ എത്ര മടി? ഓ, ഞാൻ സിയാബിന്റെ ഫണ്ടിൽ കൊടുക്കറുണ്ട്. നീ നമ്പർ അടിക്കല്ലേ, പൈസ എടുത്തേ. ഞാൻ തന്നാണ്. ഡീ നിക്കടി, കൊടുത്തിട്ട് വാ. എടാ ഇല്ലാഞ്ഞിട്ടല്ലേ. മാസാമാസം നിനക്ക് ഫോൺ മാറ്റാനൊക്കെ പൈസ ഉണ്ടല്ലോ, ഇതിന് മാത്രം എന്താ നിനക്ക് കാശില്ലാത്തത്? നീർജ, നീ എന്റെ കാര്യം നോക്കാൻ വരണ്ട. എനിക്കറിയാം എന്താ ചെയ്യണ്ടേന്ന്. പിന്നെ നിന്റെ ഉത്സാഹം കാണുമ്പോ എനിക്കൊരു ഡൗട്ട് ഉണ്ട്, നീയൊക്കെ അടിച്ചു മാറ്റുവാണോന്ന്. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. ഏയ് റസിയ, നീ നോമ്പിന്റെ പലഹാരം ഒന്നും കൊണ്ടുവന്നില്ലേ? ഗുഡ് മോർണിംഗ്. നീ വെറുതെ വഴിയമ്പലത്തിൽ പോതി തുറക്കല്ലേ, ഞാൻ പിന്നെ വന്നെടുത്തോളാം. ആ സാറ് കണ്ടാണോ? ഏയ് എന്താ ടീച്ചറെ ഒരു പരിങ്ങല്? ഏയ് ഒരു നോട്ട്ബുക്ക് കൊടുത്തതാ. ചോറ്റുപാത്രത്തിലല്ലേ നോട്ട്ബുക്ക്? നടക്കട്ടെ നടക്കട്ടെ. Balanced equation, the formula of Jyoti. ഉറങ്ങാ നീ? ഉറക്കം പോയി ടീച്ചറെ. എന്നാ ഇവിടെ ശ്രദ്ധിക്കും. ടീച്ചറെ, ഇന്ന് ഇത്രയും മതി. ഭയങ്കര സങ്കടം വരുന്നു. എന്തിന്? അല്ല, ഈ കെമിസ്ട്രി കേട്ടിട്ട്. ഓ, ഞാൻ കരുതി ക്ലാസ് വരുന്നതിന്റെ വിഷമാണെന്ന്. അതുകൊണ്ട് എനിക്കുണ്ട്. ഇത്ര നന്നായി പഠിക്കാത്തൊരു ബാച്ച് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാ. അങ്ങനെ പറയല്ലേ ടീച്ചറെ, നമ്മുടെ റസിയ യൂണിവേഴ്സിറ്റി ടോപ്പർ അല്ലേ? അതും പറഞ്ഞോണ്ടിരുന്നോ ഒന്നും പഠിക്കാതെ. പിന്നെ ഫൈനൽ ഇയർ ആണ്, ക്ലാസ് ഒക്കെ തീരാറായി. എന്തേലും ആഗ്രഹം ഉണ്ടെങ്കിൽ സാധിച്ചിട്ട് വേണം പോവാൻ. ടീച്ചർ പറയുന്നത് കേട്ടാ ഞങ്ങൾ ചാവാൻ പോവാന്ന് തോന്നുമല്ലോ. എടോ മണ്ടി, അതല്ല. ഞാൻ പഠിച്ചത് കോട്ടയം CMS കോളേജിലാണ്. അന്ന് അവിടുത്തെ ലവേഴ്സ് പാത്ത് വഴി കാമുകൻ്റെ കയ്യും പിടിച്ച് നടക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. എന്നിട്ട് നടന്നോ? എവിടെ, പേടി. അതുകൊണ്ട് എന്തേലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അതിപ്പോൾ തീർത്തിട്ട് പൊക്കോണം. പിന്നെ ചാൻസ് കിട്ടിയെന്ന് വരത്തില്ല. ആഗ്രഹങ്ങളൊക്കെ നടക്കുമ്പോഴാണ് നമ്മൾ ജീവിക്കുന്നത്, ഇല്ലെങ്കിൽ ചത്തതിന് തുല്യമാണ്. ഫിലോസഫി. ഞാനൊരു കാര്യം പറയട്ടെ. അതെ, ടീച്ചർ കറക്റ്റാ. ആ ഫിലോസഫി ഇവിടെ ഉള്ളത് ഇവിടെ തീർത്തിട്ട് പോണം. അത് ശരിയാ റസിയ, ശരിയല്ലേ? എന്നാ പിന്നെ അത് നോക്കിയാലോ? പിന്നല്ലാണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്കൊരിതുണ്ട്. എന്ത്? അത് തന്നെ, മറ്റേത്. മറ്റേതാ? ആഗ്രഹം. മുത്തേ പറയ്. എനിക്ക് എനിക്ക് എനിക്ക്
നമ്മുടെ വർമ്മ സാറിനെ ഒന്ന് കെട്ടിപ്പിടിക്കണം. ആഗ്രഹം ഭയങ്കര സ്മോളായി പോയല്ലോ. ഇത്ര ഏജായ മനുഷ്യനെ തന്നെ വേണമെന്നുണ്ടാ? കുറച്ച് താത്തി പിടിച്ചൂടെ? എന്നാ വേണ്ട, ആ ആഗ്രഹം ഇവിടെ നിക്കട്ടെ. എനിക്ക് വിശന്നിട്ട് വയ്യ. ഇന്ന് അവളുടെ വീട്ടിൽ പോയി നോമ്പ് ഇറക്കണ്ടേ? അല്ലോ ഞാനില്ല, മഗ്രിബിന് മുന്നേ എത്തിയില്ലെങ്കിൽ വീട്ടിൽ കയറ്റൂല. അപ്പൊ ശരി, എന്നാ ഡ്രൈവർ വണ്ടി എടുക്ക്. ഇതിടിച്ച് കുളിക്കോ? ഇറങ്ങി. ഹെൽമെറ്റും വെക്കൂല. ഇത്ര ആളെ കയറ്റി വരാൻ എൻ്റെ വണ്ടി എന്താ തീവണ്ടിയാ? എന്റെ പൊന്നോ ക്ഷമിക്ക്. ഇതെന്ത് പുതു ട്രാഫിക് പോലീസാ? സ്ഥലം പോട്ടെ വാ. ആ ട്രിപ്പിൾസ് ആണ് അല്ലേ? ഉമ്മ വിശക്കുന്നു ഉമ്മ. ഇങ്ങനെ കാറില്ലേടി വിശക്കണുമ്മ. വാ വാ വാ. നോമ്പുള്ള വീട്ടിൽ വന്നിട്ട് എന്നെ ഭക്ഷണം ചോദിക്കണം കേട്ടാ. അതിനെന്താ, നോമ്പ് മുറിക്കാനുള്ളതല്ലേ? അതിനൊക്കെ ഒരു സമയമുണ്ട്. തൽക്കാലം ഞാനൊരു ചായ എടുക്കാം. ഉമ്മ ചിക്കൻ കറി സൂപ്പർ. കൊറേ കാലായില്ലേ അമ്മ അടുക്കളയിൽ കിടന്ന് തിരിയാൻ തുടങ്ങിയിട്ട്. ഉമ്മ എത്ര വയസ്സിലെ കല്യാണം കഴിച്ചേ? കൃത്യമായി പറഞ്ഞ 16 വയസ്സും 3 ദിവസം ഉള്ളപ്പോ. ഉമ്മയും കാണാൻ അടിപൊളിയായിരുന്നല്ലേ? ഞാൻ പോയി കുളിച്ചിട്ട് വരാം. ഉപ്പ പണ്ട് വൻ ലുക്കായിരുന്നല്ലോ. പിന്നെ പണ്ട് മൂപ്പര് സൽമാൻ ഖാന്റെ പോലെയെന്ന് എല്ലാരും പറഞ്ഞിരുന്നു. ഞങ്ങള് പണ്ട് കൊറേ അടിച്ചു പൊളിച്ച് നടന്നിരുന്ന. സിനിമ കാണാനും ഐസ്ക്രീം കഴിക്കാനും ഒക്കെ പോയിരുന്നു. എന്നിട്ടിപ്പോ ഉപ്പ എന്താ ഇങ്ങനെ ഒട്ടും കളർഫുൾ അല്ലാണ്ട്? പടച്ചോന്റെ പേര് പറഞ്ഞേ കൊറേ ഷെയ്ത്താന്മാർ ഇറങ്ങിയിട്ടുണ്ട്. അവര് മൂപ്പരെയും പിടിച്ചു. أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمد رسول الله حي على الصلاة حي على الفلاح قد قامت الصلاة قد قامت الصلاة الله أكبر الله أكبر. കാലെടുത്ത് വെക്ക്. ഇടയിൽ സലോചിച്ചിട്ട ഇബ്ലീസ് കയറിക്കും. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. എന്താടോ, എന്താന്ന് പറയടോ? എന്താവോ എന്തോ. എന്താ ഒരൊറ്റ കെട്ടിപ്പിടുത്തോ? ആരെങ്കിലും കണ്ടോ?
ദീപ, ഏയ് വർമ്മ സാറേ, എന്താ സാറേ ഇത്? എന്ത്? ആ പെങ്കുച്ച് നാണല്ലേ സാറേ? ഒന്നുമില്ലെങ്കിൽ സാറിന് ഇത്രയും പ്രായമായില്ലേ, ഒരു നോയെങ്കിലും പറയായിരുന്നില്ലേ? പറ്റിയില്ല. കഷ്ടം. കഷ്ടമാണ്. എന്ത്? പലപ്പോഴായിട്ട് ഞാൻ പറയണം നോക്കുക. സാറിനെ കാണുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛനെ ഓർമ്മ വരുന്നേ. സാറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സാറിനെ ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ? നീ എന്ത് പണിയാ കാണിച്ചത്? നീ അങ്ങേര് പേസ് മേക്കർ വെച്ച് ഓടുന്ന വണ്ടിയാ. അച്ഛനെ ഓർക്കാൻ വേണ്ടി ഇമ്മാതിരി പണിയൊക്കെ കാണിച്ചാലുണ്ടല്ലോ, അങ്ങേരെ ഓർമ്മയാകും. ആ, ഒരുത്തി ഇവിടെ ഉണ്ടല്ലോ, എവിടെ പോയി? അവള് വേറൊരാഗ്രഹം സാധിക്കാൻ വേണ്ടി പോയിക്കുവാ. ഈശ്വര, ഇനി പ്രിൻസിപ്പലിനെ റേപ്പ് ചെയ്യാനോ വല്ലതും ആണോ? കഴിക്കാനെന്താ വേണ്ടേ? ഒരു കല്യാണം കഴിക്കണം. നല്ല ചൂട് വട ഉണ്ട്, എടുക്കട്ടെ? ഹായ്. ഹായ്. ജോൺ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. തനിക്കെന്നെ ഇഷ്ടമാണെന്നല്ലേ? നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നത് താൻ ഡ്രീം ചെയ്തു അല്ലേ? യാ ജോൺ. കൊച്ചത് നടക്കത്തില്ല. ചേട്ടാ, 2 സാൻഡ്വിച്ച് എടുക്കണ്ടേ? ഞാനും ഫിസിക്സിലെ കൃഷ്ണകുമാർ നമ്മൾ ഇഷ്ടത്തില്ല, അതുകൊണ്ടാ. അതൊന്നും സാരമില്ല, എനിക്ക് തന്നെ ഇഷ്ടമാണ്. അങ്ങനെ പറയരുത് ജ്യോതി. ഞാനെൻ്റെ മനസ്സ് മാത്രമല്ല, ശരീരം അവന് കൊടുത്തതാ. അതുകൊണ്ട് താനെന്നൊരു ബ്രദറിനെ പോലെ. അല്ലെങ്കിൽ വീട്ടിൽ ആംഗന്മാരെ തട്ടി നടക്കാൻ വയ്യ, പിന്നെയല്ലേ പുതിയൊരു ബ്രദർ. അല്ല, കഴിച്ചില്ല. ആ, നീ എന്നെ അയച്ചോ? താങ്ക് യു. നിനക്കും തുടങ്ങിയ ജ്യോതിയുടെ ഭ്രാന്ത്? സ്റ്റാറ്റസ് മാറ്റി ദാ. റസിയ സ്റ്റിൽ സിംഗിൾ ആത് GT. കരഞ്ഞതറിയാതിരിക്കാൻ മഴയത്ത് നടന്നാ മതി. സാരമില്ലടാ, പോട്ടെ. അതല്ല, അവൻ യെസ് പറയില്ലെന്നായിരുന്നു ഞങ്ങളുടെയും പ്രാർത്ഥന. അല്ല, എങ്ങനെ സെലക്ട് ചെയ്ത് ഇങ്ങനൊരു പോർണേ? അത് പിന്നെ ആ ക്യാൻറ്റീനിലെ വായ വെക്കാൻ പറ്റാത്ത മസാല ദോശ ഇത്ര അധികം ആസ്വദിച്ച് കഴിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് അവനെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് തോന്നി.
ഓഫീസിൽ ബിസി ആയിരുന്നടാ. ആ ഞാൻ അച്ഛനെ വിളിച്ചിരുന്നു, കിട്ടിയില്ല. ആണോ? നീ എന്താന്ന് കാര്യം പറയേ. ഒന്നുമില്ല. എന്നാ ശരി. വെക്കല്ലേ വെക്കല്ലേ. എന്താടാ? ഞാൻ അവനോട് പറഞ്ഞു. ഏത്? നീ എന്ന് പറഞ്ഞ ഇംഗ്ലീഷിലെ ജോണോ? ആ അത് തന്നെ. ആ എന്നിട്ട് അവൻ ക്ലീൻ ആയി നോ പറഞ്ഞില്ലേ? അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി? ഞാനിങ്ങനെ പണ്ട് കുറേ ചാമിട്ടുള്ളതാ. നാളെ ക്ലാസ്സിലല്ലോ, എന്താ പരിപാടി? ചിലപ്പോ സിനിമയ്ക്ക് പോവും. ദയവ് ഇത് സെക്കൻഡ് ഷോയ്ക്കൊന്നും പോകരുത്. മുത്തച്ഛനും മുത്തച്ഛിക്കും നേരത്തെ കിടന്ന് ഉറങ്ങാനുള്ളതാ. ഓക്കെ. ശരിയടാ. അങ്ങനെ പറഞ്ഞതില് അനക്കല വിഷമുണ്ടല്ലേ? ഏയ് ഹലോ ഹലോ, ആ ഉമ്മ പറയ്. ഇതായിട്ട് ഒരു 5 മിനിറ്റ് ഇതായിട്ട്. ആ ശരി ശരി ഓക്കെ. ഉമ്മയാ? ആ വേഗം വീട്. അതിന് സമയമായാ? ആ അവിടെ ഉമ്മ വെയിറ്റ് ചെയ്യാ. നിങ്ങളിതൊന്ന് ഇട്ടോക്കിയേ, എന്ത് രസമുണ്ടാവും. എന്നോട് എത്ര വശം പറഞ്ഞിട്ടുണ്ട് ഇമ്മാരി കുപ്പായ നിൽക്ക് വേണ്ടെന്ന്. നിങ്ങളെന്തിനാ ഇല്ലാത്ത പ്രായം കാണിക്കണത്? എൻ്റെ മൂത്താപ്പാടെ പോലെ ഉണ്ട് ഇപ്പം നിങ്ങളെ കണ്ടാൽ. ഇതൊക്കെ ഇട്ട് നടന്നിരുന്ന ആളല്ലേ. നല്ല രസമുണ്ടാവും നിങ്ങൾ ഇതൊക്കെ ഇട്ട് നടന്നാൽ. എൻ്റെ ജാസ്മി, ഈ പ്രായത്തിൽ ഈ എന്നെ ഷാരൂഖ് ഖാനൊന്നും ആക്കണ്ട. എനിക്ക് തോന്നിയതേ ഞാനിടൂ. ഇതെങ്ങനെയുണ്ട്? ഡ്രസ്സേ സെലക്ട് ചെയ്ത് നിൽക്ക്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറള്ളത് രസമുണ്ടാ? നിങ്ങളെന്തൊന്നും കൊണ്ടാത്ത? ഒന്നും ഇഷ്ടമായില്ല? വലിയ പള്ളിയിലെ കലന്തരാജിയുടെ വീട്ടിലായിരുന്നു ഇന്ന് നോമ്പ് തുറ. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ പോകുമ്പോൾ ആചാര്യ എന്നോട് പറയാം, ഓരോ പള്ളി പുതുക്കി പണിയാ, ഇക്കാണ് കോൺട്രാക്റ്റ് എന്ന്. പള്ളി കമ്മിറ്റിക്കാരെല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവർക്കും ആചാര്യ പറഞ്ഞാൽ പിന്നെ വേറെ ബാക്കില്ലല്ല. വലിയ കോൺട്രാക്റ്റാ, കോടികൾ മുടക്കിയുള്ള പണിയാ. ഇപ്പം പിടിച്ചിട്ടുള്ള വീട് പണിയെല്ലാം വേഗം തീർക്കണം. ഇനി 1-2 കൊല്ലത്തേക്ക് വേറെ പണിയൊന്നും പിടിക്കണ്ട. ഈ വേഗം കിടക്കാൻ നോക്ക്. ജീവനെ കൊല്ല. ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് പല്ലിനെ കൊന്ന കൂലി കിട്ടുമെന്ന്. അങ്ങനെ കൊന്നിട്ട് കിട്ടുന്ന കൂലി നമുക്കിപ്പോ വേണ്ട. ഞാൻ കൊല്ലു. ബച്ചു, എന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് പടച്ചോനെ പടപ്പള കൊല്ലല്ലേന്ന്. ഇത്താത്ത ചെരുപ്പിണ്ട് തന്നേ. വീട് ബച്ചു, നിന്നോട് കൊല്ലണ്ടെന്ന് പറഞ്ഞില്ലേ?
എന്തെന്നാ ഇവിടെ എന്തിനാ രണ്ടും പാടെ തല്ലൂടുന്നേ? എന്താടാ? പല്ലീനെ കൊല്ലാൻ ഇത്താത്ത സമ്മതിക്കണില്ല. പക്ഷെ ഉസ്താദ് പറഞ്ഞ് പല്ലീനെ കൊന്നാ കൂലി കിട്ടുമെന്ന്. ഉസ്താദ് പറഞ്ഞ ശരിയാ മോനെ. പല്ലീനെ കൊന്ന പഠിച്ചോന്റെ അടുത്ത് കൂലി കിട്ടും. മുത്തു റസൂല് യുദ്ധത്തിന് പോയി കുറേശ്ശികളെ കാണാണ്ട് ഒളിച്ചിരിക്കുമ്പോ ഈ അറാം പറഞ്ഞ പല്ലി ആ ചലച്ചിട്ട് കാട്ടിക്കൊടുത്ത. അപ്പൊ ഖുറൈശികൾ റസൂലിനെ കൊന്നാ? നല്ലവനായ എട്ടുകാലി വല നെയ്ത് റസൂലിനെ മറിച്ചു. അതുകൊണ്ട് നമ്മൾ എട്ടുകാലിനെ പൊന്നു പോലെ നോക്കണം. അത് വല നെയ്മം പോയി അടങ്ങാറാക്കരുത് കേട്ടാ. അന്നക്കാൾ വിവരമുള്ളവരാ ഉസ്താദുക്കൾ. അവര് പറയുന്നത് തിരുത്താൻ ഈ കണ്ട. കേട്ടല്ല എങ്ങനെയുണ്ട്? രസല്ലേ? തിരക്കേടില്ല. വീട്ടിൽ പോകുമ്പോ ഇതിട്ടാ മതി രണ്ടാളും. നിങ്ങളെ കൂടെ ഇന്നെ കാണാണ്ടിരുന്ന ഉമ്മ ചിലപ്പോ ഒച്ചപ്പാടാക്കും. മഗ്രിബിന് മുമ്പ് ഞാൻ വരുമെന്ന് പറഞ്ഞാൽ മതി. കലന്തരാജി വിളിപ്പിച്ചിട്ടുണ്ട്. ആർക്കിടെക്ട് നാളെ വരും. അവരെ കൂടെയുള്ള ഇരിപ്പ് എത്ര നേരം എടുക്കുന്നൊന്നും പറയാൻ പറ്റൂല. പടച്ചോണി നിറങ്ങളൊക്കെ ദുനിയാവി തന്നാൽ എന്തിനാ മോളെ? സാറിലുമ്മ, നമുക്ക് ഈ തത്തപ്പച്ച കളറും സർഫ് ബ്ലൂ ഒക്കെ ഇടാൻ പറ്റും. പറ്റുമോ? പറ്റും. ഉമ്മ, ഇതിലിപ്പ ആരാ ഉമ്മ? നേരെ പോയാലേ റൈറ്റ് എടുത്ത് എളുപ്പാ. ടാറ്റാ, ടാറ്റാ. ഓട്ടോയിൽ നീ കയ്യും കാലൊന്നും പുറത്തിടണ്ട മോളെ. റസിയ ഈ നോയിക്കൊള്ളേ. ഓട്ടോന്റെ പൈസ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഉമ്മ പെരുന്നാക്കോടിയിലാ. ഇത് ബച്ചുവിന്, ഇത് റസിയാക്ക്, ഇത് ഇത് ഇത്രയും പ്രസാക്കിന്, ഇത് ഖദീജക്ക, ഇത് 2-3 ഉണ്ട്. ഇത് എനിക്കാ. ജാസ്മിക്ക് എടുത്തില്ലേ? ഓ, ഓക്ക് വേണമെങ്കിൽ റസാക്ക് വാങ്ങിക്കോട്ടെ. ഓളെന്നെ. ഇതെന്താ പുതിയൊരു വേഷേ? മോനെ, ഇതെന്ത് കോലാ ജാസ്മീനെ? നമ്മളൊരു ചേഞ്ച് പിടിച്ചോ വല്യമ്മ. രണ്ടിന്റെ കോലം കണ്ടില്ലേ? ഇരുട്ട് കുത്തിയ പോലെ ഉണ്ട്. എന്ത് വേഷനായാലും ശരി, രണ്ടെണ്ണം പോയിട്ട് വേഗം മാറ്റിക്കൊള്ളണം. പറത്തിട്ട് നടന്ന മുസ്ലിമാന്നാ ഓളെ വിചാരം. 24 മണിക്കൂർ പിരിയും ബ്ലോക്ക് ചെയ്ത് ലിപ്സ്റ്റിക് ഇട്ട്
മുക്കുത്തിയിട്ട് നടന്നാ മതി. അല്ലെങ്കിൽ ഈ തള്ളക്ക് ഞാൻ പറയുന്നൊന്നും പിടിക്കൂലല്ലോ. എപ്പോഴും ഓള സൈഡ്. അതെ, നിങ്ങളിൽ ആരെങ്കിലും മോറലിസ്റ്റ് ഉണ്ടെങ്കിൽ എന്നെ ചീത്ത പറയട്ടോ. നീ കാര്യം പറ ഷമീന. എനിക്ക് ആദിലിന്റെ കൂടെ ഒന്ന് സിനിമയ്ക്ക് പോകണം. അയ്യേ, ഞാൻ വിചാരിച്ചു വല്ല ഹോട്ടലിൽ റൂം എടുത്തിട്ട് ചുമ്മാ പെരുന്നാൾ കഴിഞ്ഞിട്ട് പോവാന്നാ പറഞ്ഞേ. ആ വരുന്നു മുമ്മ. മക്കളെ കുറച്ച് മാറിന്ന് പൊട്ടിക്കടാ. അസ്സലാമലൈക്കും. ആ എന്തെങ്കിലും കഴിച്ചിക്കണ ഞങ്ങളെല്ലാം. പിന്നെ ഞാൻ ഇപ്പൊ വരെ. ആയിക്കോട്ടെ. ഇപ്പൊ എത്തിയിട്ടേ ഉള്ളൂ. ആ ഉമ്മ ഞാൻ വാതിലങ്ങോട്ട് അടക്കി. എന്താ ഉമ്മ? ഞാൻ വാതിലങ്ങോട്ട് അടക്കിയോടോ. ആ ഇവിടെ ഇരിക്കി. എന്താ ഉമ്മ? എൻ്റെ വീട്ടിലത്തെ കാര്യത്തിൽ ഞാൻ ഇടപെടുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പറയുക, എൻ്റെ ഇപ്പോഴത്തെ മാറ്റമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എൻ്റെ ഇഷ്ടം പോലെ നടന്നോ, അതുപോലെ ജാസ്മീനെയും റസിയാനെയും ഇനി നടത്താൻ നോക്കരുത്. അതുകൊണ്ട് പടച്ചോൻ എനിക്ക് സ്വർഗം തരുന്നില്ലെങ്കിൽ വേണ്ടാന്ന് വെക്കണോ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഖൽബിലിന്ന് ഒരേ താളം പെരുന്നാൾ തക്ബീറൊലികൾ നോമ്പുകാലം നീതി നീന്തി പെണ്ണിലാവേ നേരെ വന്നോ. അലിയാരുടെ ഓമന ബീവി നബി തങ്ങളുടെ ഫാത്തിമ ബീവി. അലിയാരുടെ ഓമന ബീവി നബി തങ്ങളുടെ ഫാത്തിമ ബീവി. അൻപെഴും മെക്കയില്ലാവ് കണ്ട് തക്ബീർ വിളിക്കാനായി മണലോട് മണൽക്കാട്ടിൽ അത്തറിൻ കാറ്റു വന്നു. അലിയാരുടെ ഓമന ബീവി നബി തങ്ങളുടെ ഫാത്തിമ ബീവി. ഖൽബിൽ
ഖ്വാജാ മെഹബൂബിൻ തിരുവരുളാലേ രാവേറെ ചൊല്ലാൻ 1000 തഹ്ലീലുകൾ. ദൂരെ പുണ്യമാസം പോയി മറയുന്നു, ഹറമിൻ പടിയോളം രാവുണർത്തും പാട്ടുകൾ. പാടിടും പെൺകൊടി ആരാണു നീ, ദൂരെ രാക്കൊയിലൊന്ന് ഗസലാടകൾ തുന്നുന്നു. പെരുന്നാൾ പിറ കണ്ടേ ഫാത്തിമ. ഹംദും സ്വലവാത്തും ദിഖറുകളെല്ലാം ഈന്തൽ പനമേലെ മൂളിടും രാക്കാറ്റുകൾ. ഈണം കൊണ്ടീണം മൂടുകയായി മക്കാപുരിയെങ്ങും പാറിടും രാപാടികൾ. കള്ളിമുൾക്കാടുകൾ കൺതുറന്നു ഖ്വാജാ തിങ്കൾ ഖ്വാജ നബിയുടെ മകൾ ഫാത്തിമ. പെരുന്നാളിനൊരുങ്ങി മക്കയിൽ. രസാക്കെ അനക്ക് അവളെ കെട്ടിച്ചു കൊടുക്കാനുള്ള പരിപാടി ഒന്നും പെൺകുട്ടികളെയൊക്കെ വേഗം കെട്ടിച്ചു കൊടുക്കണതാണ് നല്ലത്. ഓനോളെ പെരുത്ത് ഇഷ്ടാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ പോയിട്ട് ജാസ്മിനോട് പറഞ്ഞു. അപ്പോൾ ഓളെന്താ പറഞ്ഞു? നിങ്ങൾക്ക് അവളെ കെട്ടിക്കണ്ട, IAS ആക്കണോന്ന്. അപ്പം അതാണ്. ഇങ്ങനൊക്കെ പലതും ഞാൻ അറിയാണ്ട് ഇവിടെ നടക്കണ്ടല്ലേ. അത് മുണ്ടരുത്. I'm sorry. You know, I thought you were serious about this play. I thought you were ready to be a professional, but apparently not, because this was an amateur move, Jason. Amateur. This is bullshit. Excuse me? You're jealous. As if I'd be jealous of some dirty little makeout session in the boys' dressing room. You'd rather have a quick fucking classroom in front of me. Do that. Don't you want me to bend you over your desk right now? God knows you need it. ഒറ്റക്ക് വന്നിരുന്നെങ്കിലേ ഞാൻ പേടിച്ചാത്തേനെ. ഷെമിനെ ബോറടിക്കുന്നുണ്ടല്ലോ. ഷെമിനെ ഹായ്. ഞാൻ രാശി. ജ്യോതി. അവനെ നൈസായിട്ട് ഒഴിവാക്കണം. വിഷമമോ? എന്ത് വിഷമം? ഫൈലറല്ലോ താനിങ്ങനെ സിനിമയും കണ്ടാടുന്ന മതിയാ. എൻ്റെ പൊന്നു രാശി ഒന്നും മിണ്ടായിരിക്കും അവനക്ക്. ഓ നമ്മൾ പറഞ്ഞ കുഴപ്പം. എടോ തനിക്ക് തണുക്കണല്ലേ? എനിക്ക് ഭയങ്കര ഒരു തണുക്കാണ്. തണുപ്പ് വന്നാലേ എനിക്ക് പനി വരും. താനൊന്ന് പിടിച്ചേ ഒന്ന് പിടിച്ചോട്ടെ.
അതെ, എന്തെങ്കിലും പൂതി ഉണ്ടെങ്കിൽ പറയൂ. 90 വയസ്സിൽ എൻ്റെ മുത്തശ്ശൻ്റെ ആഗ്രഹം പോലെ ചില്ലറല്ല. പിന്നെയല്ലേ നിൻ്റേത്? എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പറയേ, ഞങ്ങളെല്ലാവരും കട്ടയ്ക്ക് കൂടെയില്ലേ. പോരട്ടെ പോരട്ടെ പറയട്ടെ. ഈ കാണുന്ന ആകാശത്തിൻ്റെ ചുവട്ടിലിരുന്ന് എല്ലാവരും കേൾക്കണ ഒച്ചയിൽ എനിക്കൊന്ന് വാങ്ങി വിളിക്കണം. ടീച്ചറെ, എന്തടി പേടിപ്പിക്കുന്നത്? കുഴപ്പമായി. എന്തു കുഴപ്പമായിരുന്നു? ടീച്ചർ ഓരോന്ന് പറയും, അതുകൊണ്ടല്ലേ. ഈ കൊച്ചെ, പാരമ്പര്യമായിട്ട് എൻ്റെ വീട്ടിൽ എല്ലാവരും തട്ടിപ്പോകുന്ന ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാ. നീ കാര്യം പറ. ടീച്ചറിങ്ങ് വന്നേ. എന്താ? റസിയൊക്കെ വാങ്ങി വിളിക്കണമെന്ന്. അതിനെന്താ, വിളിച്ചോട്ടെ. സമയമുണ്ടെങ്കിൽ നീ വിളിച്ചോ. ടീച്ചർ തമാശ ആക്കല്ലേ. ടീച്ചർ അതൊക്കെ വലിയ കുഴപ്പവും. അയ്യോ ആണോ? എന്നാ പിന്നെ നീ അവളോട് ചുമ്മാ ഇരിക്കാൻ പറ. ആ, ടീച്ചർ തന്നെ പറഞ്ഞാൽ മതി. ഏയ് ഷമീന, ഞാൻ എന്തിനാ പറയുന്നത്? കോളേജ് തീരും മുമ്പ് ഓരോന്ന് തീർത്തിട്ട് പോകാൻ പറയുമ്പോൾ ഓർക്കണായിരുന്നു. റസിയ, നീ എന്തെങ്കിലും ഒന്ന് പറ. വേറെ എന്തൊക്കെയുണ്ട് വിളിക്കാൻ? വാങ്ക തന്നെ വിളിക്കണമെന്ന് നീ നിർബന്ധം പിടിക്കുന്ന എന്തിനാ? നീ കുഴപ്പത്തിനൊന്നും നിൽക്കണ്ട. പഠിച്ചോനെ എന്നെ മനസ്സിലാവും. റസിയ, പഠിച്ചോന് നിന്നെ മനസ്സിലാവും, പക്ഷേ മനുഷ്യർക്ക് മനസ്സിലാവില്ല. അപ്പോ അള്ളാഹുവിന്റെ ഭവനത്തിൽ നിന്നും വരുന്ന സ്വർഗീയമായ വിളിയാണത്. അവൻ അവന്റെ ഗ്രഹത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആർക്ക് കഴിയും ആ ക്ഷണം നിരസിക്കാൻ? 5 നേരം അള്ളാഹുവിന്റെ ശബ്ദമായി നമ്മൾ കേൾക്കുന്നതാണ് ഈ വാങ്ക്. മനസ്സിലായോ? എന്താ അവിടെ? ഉസ്താദെ ഉസ്താദെ, റസിയക്ക് വാങ്ക് വിളിക്കണത്രേ. ചെറിയ പൂതിയൊന്നല്ലല്ലോ എനക്ക്. അത് പടച്ചോൻ ആണുങ്ങൾക്കായി മാറ്റിവെച്ചിട്ടുള്ളതാണ്. അതിന്മേലുള്ള ആഗ്രഹം സൈത്താന്റെ കളിയാ. അതിവിടെ നിർത്തിക്കൊള്ളണം. അല്ലാത്തവർക്കുള്ളതാണ് നരകത്തിലെ വേവല്. തീ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, സാധാരണ തീനേക്കാളും 7000 മടങ്ങ് ചൂടുള്ള തീയാ. അവിടെ കിടന്ന് കരിയണോ എനക്ക്? നരകത്തിലെ വസൂലിയാണോ? Yeah.
വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കാം മോളെ. എന്താ എനിക്കൊരു ഉഷാർ കുറവ്? ഉപ്പമ്മാനോട് മുണ്ടാണ്ട് നടക്കണതാച്ചെങ്കിൽ അത് ഈ സാരാക്കണ്ട. അന്നെ കെട്ടിച്ചാൽ പിന്നെ പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് ഇന്നെപ്പോൾ തന്നെ ഉപ്പാക്കും അറിയാം. ഉപ്പാനോട് പറയേണ്ട കല്യാണം മുടക്കാനുള്ള ദേഷ്യമാണ് മൂപ്പർക്ക്. ഈ അത് കാര്യാക്കണ്ട, അത് മാറിക്കോളും. അതല്ല ഉമ്മ. പിന്നെ ഈ വല്ല പ്രേമത്തിലും ചാടിയ? പിന്നെ അവർ എന്നോട് എൻ്റെ ആഗ്രഹം എന്താന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് വാങ്ക് വിളിക്കണമെന്ന്. ഉമ്മ നിങ്ങളെന്നൊന്നും ഉണ്ടാത്തേ? ഷമീനെ, ഇവളുടെ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ല. വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? അനക്ക് തന്നെ വേണമെന്ന് എന്തത്ര നിർബന്ധം? റസിയ, മതത്തെ തൊട്ട് കളിക്കല്ലേ, വെറുതെ കത്തുന്ന ഏർപ്പാടാണ്. കത്താനിതെന്താ പെട്രോളാ? പോകാൻ പറ. 4 കാശിന് മേലെ വിവരക്കേട് പറയില്ല ജ്യോതി. അവൾക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അവൾ ചെയ്യട്ടെ. അവളാരും കൊല്ലുന്നൊന്നുമില്ലല്ലോ. ആ, ഇവളെ കൊല്ലും, വേറെ പ്രശ്നമൊന്നുമില്ല. ദീപേ, ഇവൾക്ക് ഇതൊന്നും പറഞ്ഞാൽ തിരിയൂല. റസിയ, അനക്കാരെങ്കിലും പ്രേമിക്കണോ? അത് വേണമെങ്കിൽ ശരിയാക്കി തരാം. ഈ മതത്തെ തൊട്ടുള്ള പരിപാടികളൊന്നും വേണ്ട. അല്ലെങ്കിലും കുറച്ച് ഷുഗർ പരിപാടിയാണ് നല്ലത്. അതിന് ഇത്ര ഷുഗർ വേണ്ട ദീപ. റസിയ, വാങ്ക് വിളിച്ച ഷുഗർ പോയിട്ട് ഉപ്പുപോലും രുചിക്കാൻ എൻ്റെ നാവുണ്ടാവില്ല. പഠിച്ചോൻ്റെ ഹിത അതാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ. ഉമ്മ എന്താന്നും പറയാത്തേ? ഞാനെന്ത് പറയാനാ? ഇക്കതിനുള്ള പഠിപ്പുമില്ല, ലോകവിവരവും ഇല്ല. ഞാൻ വാങ്ങി വിളിച്ച അത് പഠിച്ചോന് ഇഷ്ടാവൂല. പണ്ട് എന്നെ ഈ അങ്ങനെ ചെറുപ്പത്തിൽ കാഴ്ച ബംഗ്ലാവ് കാണാൻ പോയത് ഓർമ്മയുണ്ട് എനിക്ക്? അന്ന് അവിടെ ഇരുന്ന് ഈ കുറേ കരഞ്ഞ് കടുവക്കൂടിൻ്റെ മുന്നിൽ നിന്നിട്ട്. ആദ്യമൊക്കെ ഞങ്ങൾ വിചാരിച്ച് പേടിച്ചിട്ടാവും കരയണതെന്ന്. ഈ എന്ത് പറഞ്ഞിട്ടും കരച്ചിൽ നിർത്തണില്ല. അതിനെ തുറന്നു വിടാൻ വേണ്ടിയിട്ടായിരുന്നിരുന്ന് കരഞ്ഞിരുന്നത്. ഉപ്പാക്കാന്ന് എത്ര ദേഷ്യം വന്നെന്ന് അറിയോ? കുറേ കഷ്ടപ്പെട്ട് അന്ന് തന്നെ അവിടെ നിന്ന് എടുത്തുവിടുന്നത്. അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. നമ്മളെ പള്ളിയുടെ മുന്നിലൊരു കടയിലിരുത്തിയിട്ട് ഉപ്പ ജുമ നിസ്കരിക്കാൻ കയറി. അവിടുത്തെ വാങ്കുവിളി കേട്ടിട്ടാ പിന്നെ എൻ്റെ കരച്ചിൽ നിന്ന്. ഷെമീന, നിന്നെ ദീപ വിളിക്കണു. മുത്തേ, നമുക്ക് ഇവരൊക്കെ പോയിട്ട് ഒരു പ്ലാൻ ചെയ്യാലോ? എല്ലാവരും ക്ലാസ്സിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് അങ്ങോട്ട് കയറി വാങ്ങി വിളിച്ചാലോ? ആരും അറിയില്ല.
അവര് പിന്നെയും പെണ്ണ് ചോദിച്ചിട്ടുണ്ട്. IAS-കാരിക്ക് എന്താ അഭിപ്രായം? അന്നെ തന്നെ ഉദ്ദേശിച്ച. ഇനി ഇക്കാലത്ത് പെണ്ണിനോട് അഭിപ്രായം ചോദിച്ചിട്ടില്ലെന്ന് വേണ്ട. റസിയ, അനക്കൊന്നും പറയാനുണ്ട? എനിക്ക് പഠിക്കണം. അവരവിടുന്ന് പഠിപ്പിച്ചോളൂ. കുട്ടികളൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ പഠിക്കാം. അല്ല മുത്തേ, ശരിക്കും നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നാൻ കാര്യം എന്താ? ഇന്നലെ ഞാൻ അച്ഛനോട് അമ്മോട് നിന്റെ ആഗ്രഹത്തെ പറ്റി പറഞ്ഞപ്പോ രണ്ടൊരു അന്തം വിട്ടുപോയി. നിന്റെ കിളി പോയതാണോ? സത്യം പറ. അല്ല, നീ വല്ല ഡോപ്പടിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ പറയണേ? ഇങ്ങനെ ചിരിച്ചാ പിന്നെ എല്ലാരും മയക്കി കളയുമല്ലോ. ഇനി പറ, നിനക്ക് വാങ്ങി വിളിച്ച് പറ്റൂന്നാ? അതിപ്പോ ആഗ്രഹം നടക്കണമെന്ന് ചോദിച്ചാ ഇക്കത് മാത്രമേ ഉള്ളൂ. മുത്തേ, പഠിച്ചു നിന്റെ കൂടെ ഉണ്ട്, ഞാനും ഉണ്ട്. നിനക്ക് വാങ്ങി വിളിച്ചാ പോരെ, നമുക്ക് ശരിയാക്കാം. ബൈ. ഇന്ന് ഞാൻ നേരത്തെയാണേ. റസിയ, ഉമ്മ എന്നോടൊന്നും പറഞ്ഞോ? ഇല്ല. ഈ നല്ല കോലത്തിലൊക്കെ നിൽക്ക്, അവരിപ്പോൾ കാണാൻ വരും. എന്താ ജക്കുമ്മ? ഞാൻ ഉപ്പാനോട് കുറേ പറഞ്ഞു നോക്കിയതാ, കേക്കണ്ടേ? वालेकुम अस्सलाम. वेरी वेरी.
റസീനെ പഠിപ്പിക്കാൻ പറ്റുന്നതുകൊണ്ട് ഇക്കൊരു പ്രശ്നമില്ല. എനിക്ക് JNU പഠിക്കാനാണ് താല്പര്യം. അതൊരു വെടക്ക് കോളേജാണ് കേൾക്കണേ. ജവഹർലാൽ നെഹ്റുയുടെ പേരുള്ളതുകൊണ്ടാണോ? ഏയ് അതല്ല. ഞാൻ ഒരു കാര്യം ചോദിച്ചാ എന്നെ ഹെൽപ്പ് ചെയ്യോ? മോളെ, ഈ പറയാൻ പോണ കാര്യം എന്താണെന്ന് എനിക്കറിയാം. ഇപ്പം കയ്യോടെ പൂട്ടിയില്ലേ ഇനി നമുക്ക് കിട്ടൂല. ഇത് വെറുതെ വിടുന്ന പ്രശ്നമല്ല. പെണ്ണാണ്, വെറുതെ കുഴപ്പാക്കാൻ നിൽക്കണ്ട. ഓള് പെണ്ണല്ല, ഇബ്ലീസിന്റെ വർഗ. അനക്ക് പേടിയാണ് ഇജ്ജ് നിൽക്കണ്ട. ഇത് ഞങ്ങൾ ഡീൽ ചെയ്തോളാം. ഇവിടെ വെച്ചാണെങ്കിൽ തീർക്കാം. എനിക്ക് ബൈക്കിനൊക്കെ കാച്ചാലോ? ആദ്യം ഓളിങ്ങോട്ട് വരട്ടെ. എന്റെ കൈ തന്നെ അധിക. റസിയ വരുന്നുണ്ട്. റസിയ, അന്റെ ഒന്നും വീട്ടിൽ ചോദിക്കാൻ പറയാൻ ആരും ഇല്ലടി. പറയടി. ഇക്കാമത്ത് വിളിക്കണമെന്ന് പറയച്ചെങ്കിൽ തിരക്കേടില്ല. ഇത് വാങ്ങി പോയി ദീന്റെ മുകളിലായി ഓളെ കളി. ഇവിടെ 15 നടക്കുമ്പോ എന്റെ ഉള്ളിലിരിപ്പ് ഇതായിരുന്നല്ലേ? സൂറത്തിൽ അൽസാബിൽ വരെ പറയണ്ട് പെണ്ണുങ്ങൾ അവരുടെ വീട്ടിൽ അടങ്ങിയിരിക്കുകയെന്ന്. തട്ടവിട്ട് നടന്നാൽ മാത്രം പോരാ, ഈമാൻ എന്താന്നും കൂടെ അറിയണം. നീ ഇത് ഭ്രാന്ത ചോദ്യം കാണിച്ച് ബുദ്ധിയുള്ള ആരെങ്കിലും വാങ്ങി വിളിക്കാൻ സ്ഥലം വേണമെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു. റസിയനെ അവിടെ ആരാണ്ട് വളഞ്ഞിട്ടുണ്ട് കേട്ടോ. അനക്ക് വാങ്ങി വിളിക്കണം അല്ലേടി? ഇപ്പൊ വിളിക്കടി. നടക്കൂല മോളെ, ഞങ്ങളത് നടത്തൂല. കുത്തിറാത്തിപ്പിനുള്ള കത്തി എന്റെ കൊള്ള കയറ്റിയാ എന്റെ ഉമ്മാനെ വിളിക്കാൻ പോലും നേരം കിട്ടൂല. നീ എന്ത് പണിയാ കാണിച്ച? നാട്ടുകാർ മൊത്തം കണ്ടു കഴിഞ്ഞു. ഡിലീറ്റ് ചെയ്തു. എല്ലാവരും മാർക്ക്. റസിയ, സോറി, ഞാൻ അറിഞ്ഞില്ല ഇങ്ങനെയൊക്കെ ആവൂന്ന്. ഇതൊക്കെ സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെന്ന് മക്കളെ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ? കുട്ടിയോടെ പഠിപ്പിക്കുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ അവളുടെ ജീവന് സെക്യൂരിറ്റി തരാനൊന്നും എനിക്ക് പറ്റില്ല. എന്തും എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ എന്താ സംഭവിക്കാന്നിപ്പോൾ മനസ്സിലായില്ലേ? എല്ലാവരും നല്ല ഹെൽപ്പ് ചെയ്തില്ലേ? ഇനി ഇവിടെ എന്തൊക്കെയാ നടക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഒന്നും റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാനും എനിക്ക് പറ്റില്ല. തൽക്കാലം വീട്ടിൽ നിന്ന് പഠിക്കട്ടെ. പരീക്ഷയ്ക്ക് കുറച്ച് നാളുകളേ ഉള്ളൂ. ശരി എന്നാ. ഓ, താനോടൊന്നേ. തൻ്റെ പാരൻസ് പുറത്തല്ലേ? അവരോട് വരാൻ പറ. എന്നിട്ട് താൻ കോളേജ് കയറിയാൽ മതി. ഓക്കെ? Oh
കുട്ടിയാ? നാട്ടിലിറങ്ങി നടക്കാൻ വയ്യ. ദേ വാട്സപ്പ് നിറച്ച് തെറിയാ. നാട്ടുകാർക്ക് ഇപ്പൊ എന്താ പറഞ്ഞൂടാത്ത്? ഓ, റസിയാക്ക് പാടില്ലാത്തൊക്കെ പറയാ. നാട്ടുകാർ പറയുന്ന നിങ്ങൾക്ക് ഇത്ര വിഷമം? ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? നിങ്ങളൊന്നും ചെയ്യണ്ട, നാട്ടുകാർ ചെയ്തോളൂ. ദേ ഇതിലൊന്ന് വിളിക്കി, ജാസ്മിനെ വിളിക്കി. എന്നിട്ട് ഓളോട് പറ വളർത്ത് ദോഷാണെന്ന് പറയ്. എനിക്ക് കുന്ത്രാട്ടൊന്നും വേണ്ട. അതിനെന്താ പ്രശ്നം? ഓൾക്ക് വാങ്ക് വിളിക്കണമെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും പോയി വിളിച്ചൂടെ? ആ, ഇങ്ങക്ക് അങ്ങനെയൊക്കെ പറയാം. അനക്കെങ്കിലും ഓളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തില്ല ജാസ്മി. ഇതെന്തൊക്കെയാ ജാസ്മി കേക്കണത്? ഓൾ എന്താ ചെയ്താൻ പിടിച്ച? ഓളെവിടെ? കോളേജിൽ പോയിക്കാ. ആ, റസാക്കിനോടെ ഓളെ തല്ലൊന്നും ചെയ്യരുതെന്ന് പറയണേ. നല്ല തല്ലിന്റെ കുഴപ്പാ. ഇങ്ങോട്ട് തന്നി. ഹലോ നാത്തുനെ, അതെ പെമ്മക്കളെ നല്ല ദീനായിട്ട് വളർത്തണം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇക്കുമത്തുകൾ ഉണ്ടാവും. പിന്നെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. സുൽഫിത്ത, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ഹലോ ഹലോ വെക്കല്ലേ, എനിക്കൊരു കാര്യം പറയാണ്ട്. കോളേജിൽ എന്തുണ്ടായി? വളർത്തോഷം അല്ലാണ്ട് എന്ത് പറയാനാ? ഹലോ, ആരാ? എന്താ വിചാരിച്ചിട്ടുള്ളേ? കുടുംബത്തുകാരും വെട്ടിപ്പൊളയും ഹീമാറ് മൂക്ക് വാങ്ങി വിളിക്കണം അല്ലടാ. സഖ്യ അന്റെ മോൾക്ക് എന്തിന്റെ കടാ? ഓടെ നിലക്കെടുത്ത പിടിക്കട്ടാ, ഇവിടെ ഇതെല്ലാം അറിഞ്ഞിക്കണം. ഫോണ് എന്തോ ഉമ്മ, ഞാൻ വാങ്ങി വിളിച്ച പഠിച്ചോനി ഹറാമ്മ. വലതു ചെവിയിൽ പാങ്കാലിയും ഇടതു ചെവിയിൽ ഇക്കാമത്തും കൽവിലെ മാനിന്നലെയും കൊണ്ടുവച്ചു പടച്ചവൻ. വലതു ചെവിയിൽ പാങ്കാലിയും ഇടതു ചെവിയിൽ ഇക്കാമത്തും കൽവിലെ മാനിന്നലെയും കൊണ്ടുവച്ചു പടച്ചവൻ. ബിസ്മില്ലാഹ് സുബ്ഹാനല്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് ഹബീബുല്ലാഹ്. നിന്റെ ആകാശം നിറയ്ക്കാൻ ജിന്നുമിൻസുകളായിരം, നിന്റെ ചിരിയിൽ പാലൊഴിക്കാൻ വന്നു പെരുന്നാൾ ചന്ദ്രിക.
അനക്കറിഞ്ഞൂടെ കാര്യം? റസാക്കെ ഏത് ഹദീസിലാണ് പെണ്ണുങ്ങൾക്ക് വാങ്ങി വിളിക്കാന്ന് പറഞ്ഞിട്ടുള്ളത്? ഈ പറ, ഖുർആൻ പറഞ്ഞിട്ടുണ്ടാ? അല്ല ഈ വായും പൂട്ടിയിരിക്കാണെന്ന് പറയ്. പറയടോ റസാക്കെ, ഏടെയാണ് നമ്മളിമാരി ശൈത്താൻ കൂടി ചിന്തകൾ പറഞ്ഞിരിക്കണേന്ന്? ഈ ചോദിച്ചതിന് ഉത്തരം പറ റസാക്കെ. അന്റെ മോക്ക് ഏടുന്ന് വന്നോടോ ഇമാരി തലതെറിച്ച പൂതി? റസാക്കെ, പിള്ളേരെ അടിച്ചു വളർത്തണം, ഇല്ലെങ്കിൽ പടച്ചോട് നിരക്കാത്ത പണിയായിട്ട് പെണ്ണുങ്ങൾ ഇറങ്ങും. ആ അന്റെ മോട് ഒരു ഉദ്ദേശം അവിടെ നടക്കൂല റസാക്ക. പിന്നെ കലന്തരാജ് എന്നോട് പറയാൻ പറഞ്ഞു, ഹറാം പറഞ്ഞ പെണ്ണുങ്ങളെ വാപ്പാൻ്റെ കൈ കൊണ്ട് പള്ളി കെട്ടിയാൽ അതിന് നേരുണ്ടാവില്ല. അതുകൊണ്ട് ആ പണി ഈ അങ്ങ് മറന്നാളാം. ആചാര്യ നിങ്ങളോനോട് വൃത്തിയും വെടിപ്പിലും പറഞ്ഞു കൊടുക്കുന്നു. റസാക്കെ അവിടെ വന്നോ. അതെ, ഈ വെറുതെ പള്ളിക്കാരായിട്ട് കച്ചറ കേൾക്കണ്ട. ഈ ആദ്യം പോയിട്ട് എൻ്റെ മോളെ പറഞ്ഞ് മനസ്സിലാക്കുക. പിന്നെ ഒരു കാര്യമുണ്ട്, ഇനി ഈ കാര്യമായിട്ട് ഇങ്ങോട്ട് വരണ്ട, എന്നെ കിട്ടൂല. മോളോട് പറഞ്ഞേക്ക് തട്ടയിടാൻ തല കാണൂല. ജ്യോതി ഇന്ന് വരുമെന്നാ പറഞ്ഞ്. ഓളുടെ അച്ഛൻ പ്രിൻസിപ്പളിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് രസയുടെ കാര്യത്തിലാ. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ മതത്തെ തൊട്ടുള്ള ഒരു പരിപാടിയും വേണ്ടാന്ന്. അതെങ്ങനാ പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? ആ ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. ജ്യോതി, നീ എത്തിയല്ലേ? അവളുടെ കാര്യം എന്തായി? ഓളെ ഇന്നലെ മുതൽ ഒരു ഫോണിലും വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ വീട്ടിലും പ്രശ്നമായി കാണും. നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കിയാലോ? എന്നിട്ട് വേണം വേറെ പ്രശ്നം ഉണ്ടാവാൻ. അവന്മാർ നോക്കിയിരിക്കുക. പടച്ചോന് നിരക്കാത്ത ചെയ്താനാ ജബ്ബാറിന്റെ രണ്ടാമത്തെ മൂക്ക് ഭ്രാന്തായത്. പിന്നെ തങ്ങളെടുത്ത് കൊണ്ടുപോയി വെള്ളം ഒതിച്ചപ്പോൾ അതൊന്ന് ഭേദമായത്. റസിയാൻ എന്തായാലും അവിടെ കൊണ്ടുപോകണം.
ഇച്ചെങ്ങനെ ഭ്രാന്ത് പിടിച്ച് പറയല്ലേ. ഓ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നൊന്നും പിടിക്കൂലല്ലോ. ജാസ്മി അനക്കെന്താ പറയാനുള്ളത്? ഉമ്മ ഞാൻ പോണേ. റസാക്കിനോട് ഞാൻ പറഞ്ഞോളാം. ബോൾ എടുത്തിട്ട് വിട്ടോടാ. അതെന്താ? നീ കളിക്കണ്ട. അതന്നെ ഞാൻ കളിക്കും. ഞങ്ങൾ കളിക്കും. നിന്റെ താത്തയുടെ തലവുണ്ട്. ഈ ഒരൊറ്റ കാരണം ഈ ഇടങ്ങേറ്. സമാധാനായില്ലേ? ഉസ്താദ് ഓദിക്കണ നേരത്തെ ആകാശം പറമ്പ് നോക്കിയിരുന്ന ഇതുപോലെ ഇടങ്ങേറ് കയറും, അല്ലെങ്കിൽ ഇബിലീസ് കയറും. അന്റെ ഉള്ളിൽ മുഴുവൻ വിഷ. നിങ്ങൾ മിണ്ടാണ്ടിരിക്കുമ്മാ. ഡി മോത്തേക്കോക്കടി. അമ്മായി പടച്ചോനെ നിരക്കാത്ത എന്ത് തെറ്റാ ഞാൻ ചെയ്തേ? അല്ലാ കേട്ടാ ഇബിലീസിന്റെ വർത്താനം കേട്ടാ? ഓളൊരു നിമിഷം ഇവിടെ നിർത്താൻ പാടില്ല. ഈ എന്നും പാമ്പിനെ സ്വപ്നം കാണാറുണ്ടല്ലേ? ഉമ്മാന്റെ വീട്ടിൽ നിന്ന് കൂടിയിട്ടുള്ള വലിയ വിഷമുള്ള സാധനമാണിത്. അവിടുന്ന് ആരാണ്ട് വെള്ളത്തിൽ കൊടുത്താണ്. ആ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 നേരം ആയത്തിൽ കുറിച്ച് മന്ത്രിച്ചോദിയ വെള്ളം കൊടുക്കുക. പിന്നെ പറമ്പിന് 4 മൂലയ്ക്ക് തകിടും. നല്ല വെടക്ക് സമയമാണ് ഇപ്പോൾ. ശ്രദ്ധിച്ചില്ലെങ്കിൽ മരണം വരെ ഉണ്ടാവും. ബേജാറാവണ്ട. കുറച്ച് പൈസയുടെ ചിലവുണ്ടാവും. എല്ലാം ഞാൻ ശരിയാക്കി തരാം. ഇബ്ലീസിൻ്റെ കളി ഇതോടുകൂടി എല്ലാം പോവും. റസയെ കാണാൻ വേണ്ടി ഞാൻ 2 തവണ അവളുടെ വീട്ടിൽ പോയി. അവളുടെ പാപ്പ സമ്മതിക്കണില്ല. ഫോണിൽ വിളിച്ചിട്ട് 2ലും കിട്ടണില്ല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല. പഠിക്കണമെന്ന് അവളെക്കാൾ ആഗ്രഹം അവളുടെ ഉമ്മയ്ക്കായിരുന്നു. ഞാൻ ചെയ്ത അബദ്ധമാണോ അവൾ ഈ അവസ്ഥയിലാക്കിയത്? എനിക്കിവിടെ ഒട്ടും നിൽക്കാൻ താല്പര്യമില്ലമ്മ. എക്സാം കഴിഞ്ഞാൽ തിരിച്ചു പോരും. റസിയ, എൻ്റെ ഭ്രാന്ത് കുറഞ്ഞാന്നപ്പോൾ എല്ലാവരും ചോദിക്കണത്. എൻ്റെ ഭ്രാന്ത് മുകളിലില്ല എന്നോടല്ലേ? അത് ഞാൻ മണ്ണാകുമ്പോഴല്ലേ പോവും. ഉമ്മ വട്ടാന്നോ ഭ്രാന്താന്നോ എന്ത് വേണേ നാട്ടുകാർ പറഞ്ഞോട്ടെ. പരീക്ഷയുടെ സമയമാണ്. ഞാനൊന്ന് പരീക്ഷ എഴുതിക്കോട്ടെ എന്ന് വാപ്പിയോട് ചോദിക്കുമോ? ആദ്യമുള്ള പ്രാന്ത് മാറട്ടെ, എന്നിട്ട് മതി. പഠിച്ചിട്ട് ഇപ്പം എന്ത് കിട്ടാനാ? ഉള്ള പഠിപ്പെല്ലാം മതി. നിങ്ങൾക്ക് ശരിക്കും ആഗ്രഹമല്ലേ ഓള് പഠിക്കണമെന്ന്? നിങ്ങൾ എന്തേലും ഒന്ന് പറയും. എന്ത് പറഞ്ഞമ്മ? ഒന്നും പറഞ്ഞില്ല മോളെ. അടുത്ത ദിവസം ഹോൾ ടിക്കറ്റ് ഇട്ടെന്ന് പറഞ്ഞല്ലേ? പറഞ്ഞേ.
ആരാ? ഉപ്പ ഞാനാ ജ്യോതി. എന്താ? അല്ല നാളെ ഹോൾ ടിക്കറ്റ്. ഓളിപ്പോൾ എക്സാം എഴുതുന്നില്ല. എന്തേ അനക്കും ഓർക്കൂല്ലേ? നിങ്ങളൊന്നും പറഞ്ഞില്ല. ഇന്നാണ് ഓൾക്ക് ഹോൾ ടിക്കറ്റ് കിട്ടണത്. നിങ്ങൾക്ക് ഓള് ജീവനാന്നല്ലേ പറയണത്? അതൊക്കെ വെറുതെ പറയണതാ? സൽമാനെ, റെഡി ഓള് മോന്നാട്ടെ. അങ്ങനെ അന്യപുരുഷന് മുഖം കാണിക്കാവോ? അത് തെറ്റല്ലേ? പറയ്, ഇതാരാ? റസിയ. അപ്പൊ ഈമാനായി ജീവിക്കാൻ അറിയാനൊക്കെ മര്യാദക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കും. സ്ഥലം എവിടെ വന്നിട്ട്? വെളിയങ്ങോട്. അച്ഛൻ്റെ പേര്? ജമാൽ. ജമാൽ. പേടിയുണ്ടോ?
കാര്യം എന്തായി? അതൊക്കെ പോയി, ഇനിയൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. കടന്തൽ കൂടുണ്ട്. കടന്നല്ലേ കണ്ടിട്ടില്ല. കുത്താമെന്നാ കാണാൻ നിൽക്കണ്ട, ഓടിക്കോണം.
ചെറിയ പെണ്ണ. അപ്പൊ ചെറുക്കനോ? ചെറുക്കൻ ചെറുതാ. ഇതല്ലേ പടിഞ്ഞാറ്? ആ അതെ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمد رسول الله حي على الصلاة حي على الصلاة
حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله. പടച്ചവനെ കാണാ കാഴ്ചകൾ കൊണ്ടു നടക്കും ഉടയവനെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു ആരാണോ നീ ഞാനാണല്ലോ നീ നീയാണല്ലോ ഞാൻ മണ്ണാണല്ലോ ഞാൻ മഴയാണല്ലോ വെയിലാണല്ലോ പകലാണല്ലോ നീ അഴനാണല്ലോ ഞാൻ മലയുടെ മുകളിൽ മഞ്ഞു തുളുമ്പും ഒലി കേൾക്കുന്നു കാറ്റിനിടയിൽ മരങ്ങളെല്ലാം പുണർന്നു നിൽക്കുന്നു ഉയരേകൂ നീ ഉടലാണല്ലോ ഞാൻ നിസ്കാരപ്പായിൽ തിരുനെറ്റി ചേർത്ത് മണലാഴങ്ങൾ മറുതീരങ്ങൾ കടലാഴങ്ങൾ ഞാൻ കാണാറുണ്ടല്ലോ മലയുടെ മുകളിൽ മഞ്ഞു തുളുമ്പും ഒലി കേൾക്കുന്നു കാറ്റിനിടയിൽ മരങ്ങളെല്ലാം പുണർന്നു നിൽക്കുന്നു
കാഴ്ചകൾ കൊണ്ടു